കാലിറോസിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നും നിങ്ങളിൽ ഓരോരുത്തരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഏലക്ക എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, എത്ര നാൾ കേടുകൂടാതെ സൂക്ഷിക്കും? അതുപോലെ നമ്മുടെ കാർഡമം പൗഡറിനെ കുറിച്ചും അങ്ങനെ ഒരു ചോദ്യം പതിവായിട്ട് ചോദിക്കുന്നുണ്ട്. ടീച്ചറെ, ഇത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട്. അതിന്റെ ആൻസർ പറഞ്ഞു തരാം. നമ്മുടെ ഏലക്ക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും, ഇത് നമ്മൾ എങ്ങൊന്നും വാങ്ങുന്നതല്ല, നമ്മളുടെ സ്വന്തമാണ്. നമുക്ക് 100% ബോധ്യമുള്ള വിഷരഹിതമായ ഏലക്കയാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് 100 ഗ്രാമിന്റെയും 250 ഗ്രാമിന്റെയും 1 കിലോയും 1/2 കിലോയുമായിട്ട് ഇവിടെയും വിദേശത്തേക്കും നമ്മൾ ഇന്ത്യയിൽ ഉടനീളം നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് സൂക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്നുകിൽ നമ്മൾ ഇപ്പൊ ഇത് 100 ഗ്രാമേ ഉള്ളൂ വിചാരിക്കും. 100 ഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ കാണുന്നുണ്ട്, ഇത്രയും അളവേ ഉള്ളൂ. ഈ 100 ഗ്രാം നമ്മൾ ഒന്നിച്ച് ഒരേ സമയം ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇതിന്റെ സീല് പൊട്ടിച്ച് നമ്മൾ ഇതിന്റെ ഒരു 20 ഗ്രാം അല്ലെ 30 ഗ്രാം നിങ്ങൾ കൃഷി ചെയ്തെടുത്ത് വെക്കുകയോ അല്ലെ എന്തിന് ഉപയോഗിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഇതങ്ങ് ഒന്നുകിൽ സീൽ ചെയ്ത് വെക്കുക. വെച്ചിട്ട് ഇത് വീണ്ടും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ, നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും പ്ലാസ്റ്റിക് പാത്രമോ കുപ്പികളോ എയർ ടൈറ്റ് ആണെന്ന് വിശ്വസിക്കരുത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രം തന്നെ നിങ്ങൾ കടകളിൽ ചോദിച്ച് വാങ്ങിക്കണം. അതിൽ നമ്മൾ ഒന്നുകിൽ ഇത് പൊട്ടിച്ചിട്ട് ഇട്ട് വെക്കുക, അല്ലെ പൊട്ടിക്കാതെ തന്നെ ഇട്ട് വെക്കുകയോ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിന്റെ സ്മെല്ല് അല്ലെങ്കിൽ ആ നല്ല ഏലക്കായുടെ മണം, സുഗന്ധം നഷ്ടപ്പെടാതിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് എയറുമായിട്ട് ടച്ച് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്നാ പറയുന്നത്, തുറന്നിരിക്കുമ്പോൾ അല്ലെ സ്വല്പമെങ്കിലും എയർ കയറുമ്പോൾ ഈ ഏലക്കായുടെ പുറം പതുക്കെ ബ്ലീച്ച് ആകാൻ തുടങ്ങും. ബ്ലീച്ച് ആകുക എന്ന് പറഞ്ഞാൽ ആ പച്ചക്കളർ, സ്വാഭാവികമായിട്ടുള്ള പച്ചക്കളർ മങ്ങി മങ്ങി വെളുത്ത് വരുമ്പോൾ അതിനകത്തുള്ള അരിയുടെ സുഗന്ധവും മങ്ങുന്നതായിട്ട് കാണും. പിന്നെ നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന ഏലക്കയാണല്ലോ എന്നോർത്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ, അതിന് ഗുണം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ പച്ച കളർ നമുക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് പറ്റുമെങ്കിൽ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഏലക്ക പൊടി നിങ്ങളിപ്പം ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നാ പറഞ്ഞത്, പോസ്റ്റ്മാൻ ഇതുമായിട്ട് വന്നപ്പോഴേ, കൊറിയറുമായി വന്നപ്പോഴേ പറഞ്ഞെന്ന്, ഇതിനകത്ത് സ്പൈസസ് ആണല്ലോ, നല്ല മണമാണല്ലോ എന്ന് ഒരു 3-4 പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ കമന്റ് ചെയ്തു നമ്മുടെ ഏലക്കാപ്പൊടിയെ കുറിച്ചാണ്. അപ്പൊ അത്രയും നല്ല സുഗന്ധമുള്ള അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് പൊടിച്ച ഈ ഏലക്കായി നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ സീല് പൊട്ടിച്ച് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ടൈറ്റ് ആയിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. അതാ ഏറ്റവും നല്ലത്. പുറത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു 6 മാസം വരെ നമുക്ക് ഉറപ്പായിട്ട് ഇതിന്റെ സ്മെല്ല് മാത്രം പോരല്ലോ, സ്മെല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഗുണം, ഔഷധ ഗുണം നഷ്ടപ്പെടുത്താതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.